ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്ത 5 വർഷം സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ജോലിയെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത് ChatGPTയുടെ ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ആദ്യം ഈ ഡോക്യുമെൻറ്റിലെ പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അതിനുശേഷം ഡീപ്പ് റിസർച്ച് എന്താണെന്നും ഡീപ്പ് റിസർച്ച് യൂസ് ചെയ്ത് ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ റിപ്പോർട്ടിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അടുത്ത 5 വർഷം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലുള്ള മിക്കവാറും എല്ലാ ജോലികളും, അതായത് കോഡിംഗ്, ഡീബഗിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്, മെയിൻ്റനൻസ്, ഇതിലെല്ലാം AI വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന് പറയുന്നു. ഉദാഹരണമായി നമ്മൾ കോഡിംഗ് ചെയ്യാൻ വേണ്ടി ഗിറ്റ്ഹബ് കോപൈലറ്റ് പോലെയുള്ള AI അസിസ്റ്റൻറ്റുകൾ വ്യാപകമായി ഉപയോഗിക്കുമെന്ന് പറയുന്നു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 2028 ആകുമ്പോഴേക്കും 75% സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും AI കോഡിംഗ് അസിസ്റ്റൻറ്റുകൾ യൂസ് ചെയ്ത് തുടങ്ങുമെന്ന് പറയുന്നു. 2023 അത് വെറും 10% മാത്രമായിരുന്നു. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡെവോപ്പ് സ്പെഷ്യലിസ്റ്റ്, QA ടെസ്റ്റർ എന്നീ റോളുകളെല്ലാം അടുത്ത 5 വർഷത്തിലും എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടീസിൽ വളരെ വലിയ മാറ്റമുണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലൈൻ ബൈ ലൈനായി കോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം കൂടുതലായി AI യൂസ് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യുകയും അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും അതിനെ റിവ്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു റോളിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ റോള് മാറുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, ഈ AI ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നു. അതുകൂടാതെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ്, ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, AI എഞ്ചിനീയേഴ്സ്, അങ്ങനെ പുതിയ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമെന്ന് പറയുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇപ്പോഴുള്ള സ്കിൽ സെറ്റിൽ നിന്നും പുതിയ സ്കിൽ സെറ്റിലേക്ക് മാറുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. 16 പേജുള്ള ഈ റിപ്പോർട്ട്, അതായത് ഒരു മനുഷ്യനിരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങളോ ആഴ്ചകളോ സമയം ആവശ്യം വരുന്ന അത്രയും ദൈർഘ്യമുള്ള ഈ റിപ്പോർട്ട് AI പ്രിപ്പയർ ചെയ്തത് വെറും 13 മിനിറ്റ് കൊണ്ടാണ്. ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഫറൻസ് ചെയ്ത ആർട്ടിക്കിളുകളുടെ വെബ്സൈറ്റുകളുടെ ലിങ്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പെർപ്ലെക്സിറ്റി AI, ഗൂഗിൾ ജെമിനായി, ChatGPT തുടങ്ങിയ പല AI ടൂളുകളും ഡീപ്പ് റിസർച്ച് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ടൈം ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ജോബായതുകൊണ്ട് മിക്ക ടൂളുകളും ഇത് പെയ്ഡ് ഫീച്ചറായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞൊരു ബട്ടൺ ChatGPTയിൽ കാണാം. പ്ലസ് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഒരു മാസം 10 ഡീപ്പ് റിസർച്ച് ചെയ്യുവാനുള്ള ക്രെഡിറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തു, അതുകൊണ്ടാണ് അവിടെ 9 അവൈലബിൾ അൺടിൽ April 4 എന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് റിസർച്ച് ചെയ്യേണ്ട ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ഹൗ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ഇമ്പാക്ട് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ജോബ്സ് ഓവർ നെക്സ്റ്റ് ഇയേഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ്, നമുക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് വേണ്ടത്, ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് റിപ്പോർട്ടിനകത്ത് ഇനി ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, അതുപോലെ ടേബിളിനകത്ത് ഡീറ്റെയിൽസ് തരണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിൽ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ പ്രോംപ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ ChatGPT തിരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് തരികയാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ആർ യു ലുക്കിംഗ് ഫോർ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഓർ എ സ്പെസിഫിക് റീജിയൻ ആണോ, ഏതെങ്കിലും സ്പെസിഫിക് ഇൻഡസ്ട്രിയിലുള്ള ഇമ്പാക്റ്റ് ആണോ നോക്കേണ്ടത്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് തിരിച്ചിങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. അതായത് ChatGPT ഇതിനെക്കുറിച്ച് എന്ത് ടൈപ്പിലുള്ള റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ റെസ്പോൺസ് ഞാനവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ പെർസ്പെക്റ്റീവിലുള്ളതാണ് വേണ്ടത്, നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് അനാലിസിസ് ചെയ്യേണ്ടത്, പിന്നെ പ്രഡിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ്, പ്രോഗ്രാമിംഗ് ജോബിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ChatGPT റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുമെന്നാണ് പറയുന്നത്. സാധാരണ നമ്മളൊരു ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ ബുക്സ് റെഫർ ചെയ്യും, ഇൻ്റർനെറ്റിലെ ആർട്ടിക്കിൾസ് റെഫർ ചെയ്യും, അതുപോലെ ന്യൂസ് ആർട്ടിക്കിൾസ് റെഫർ ചെയ്യും, പല വെബ്സൈറ്റുകൾ റെഫർ ചെയ്യും, റിസർച്ച് പേപ്പേഴ്സ്, ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഫർ ചെയ്യും അല്ലേ. എന്നിട്ടാണ് നമുക്ക് ആവശ്യമുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പല ആളുകളുടെ അഭിപ്രായം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർവേ ചെയ്യും റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, അതുപോലെ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യും, ടേബിൾസ് പ്രിപ്പയർ ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ChatGPT ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ChatGPT തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഈ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ റെഫർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇനി ഇത് ഓരോ ഡോക്യുമെൻ്റ് റെഫർ ചെയ്ത് ആ ഡോക്യുമെൻറ്റിൽ നിന്ന് എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയത്, ആ ഡോക്യുമെൻറ്റിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം. കണ്ടോ, ഓരോ പേജുകളിലും ഓരോ വെബ്സൈറ്റുകളിലും കയറി നോക്കി അവിടെ നിന്നും ആവശ്യമുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ 24 സോഴ്സസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, ഇതുവരെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി കമ്പൈൽ ചെയ്യാൻ വേണ്ടി ചെയ്ത എല്ലാ വെബ്സൈറ്റുകളുടെയും എല്ലാ ആർട്ടിക്കിൾസിൻ്റെയും ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. ഇനി വേറൊരു കാര്യം ചെയ്യാവുന്നത്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ സർവേ റിസൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡാറ്റ എക്സൽ ഷീറ്റിലുണ്ടെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ PDF ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റാറ്റസ് കാണാം, ഓൾമോസ്റ്റ് 50% പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളിത് മാനുവലി ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര സമയമെടുക്കും ഇത് ഓരോ ഡോക്യുമെൻറ്റും വായിച്ച് അതിൽ നിന്ന് ആവശ്യമുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്ത് അതിനെ നമ്മൾ വീണ്ടും വായിച്ച് എന്നിട്ട് അതിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ നമ്മൾ സമ്മറൈസ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മുടെ ബുദ്ധി അപ്ലൈ ചെയ്ത്. അപ്പം അങ്ങനെ ഒരുപാട് ഐട്രേഷൻസ് പോയി കഴിഞ്ഞാൽ മാത്രമേ, ഒരുപാട് പ്രാവശ്യം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി സാധാരണ നമ്മൾ ChatGPT യൂസ് ചെയ്യുന്ന സമയത്ത് ChatGPTയുടെ മോഡൽ ട്രെയിൻ ചെയ്ത ഇൻഫർമേഷനിൽ നിന്നാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത്. ഇവിടെ ബിഹൈൻഡ് ദ സീൻ ChatGPT ആ മോഡലിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ കൂടാതെ ഓരോ വെബ് പേജുകളും ലൈവായി പോയിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഒരു വെബ്സൈറ്റിൽ പോയിട്ടും അതിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഗ്യാദർ ചെയ്ത് ഒരു വലിയൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് കളക്ട് ചെയ്യുക മാത്രമല്ല, ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വീണ്ടും ChatGPTയുടെ മോഡലിന് കൊടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പം ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ പല സ്ഥലത്തു നിന്നും ഡാറ്റ ഗ്യാദർ ചെയ്ത് ChatGPT മോഡലിന് ഇൻറ്റേർണലി വീണ്ടും അത് കൊടുത്ത് അതിൽ നിന്നൊരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് അതിനെ റിവ്യൂ ചെയ്ത് അങ്ങനെയുള്ള വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, റിസർച്ച് കംപ്ലീറ്റഡ് ഇൻ 7 minutes. 7 minutesലാണ് ഇത് ഫിനിഷ് ചെയ്തത്. 27 സോഴ്സസ് ആണ് ഇത് റെഫറൻസ് ചെയ്തത്. അപ്പോൾ ഇതാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് കാണാം, ഓരോ സ്ഥലത്തും കണ്ടോ, ഓരോ സെക്ഷനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏത് വെബ് പേജാണ് റെഫർ ചെയ്തത് എന്നും ഈ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തെറ്റായ ഇൻഫർമേഷൻ കടന്നുകൂടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടിനേക്കാളും വളരെ ഡീറ്റെയിലായി വേർഡ് ബൈ വേർഡ് റിവ്യൂ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഈ റിപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഹലൂസിനേഷൻ കാരണം എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാം. വേറെ ഏതെങ്കിലും വെബ് പേജിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ഈ ഡീപ്പ് റിസർച്ച് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് വളരെ തറോയായി അനലൈസ് ചെയ്ത് മാത്രമേ നമ്മുടെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ യൂസ് ചെയ്യാം. വേറെയും ചില പ്രശ്നങ്ങളുണ്ടാകും. ബയാസ്ഡ് ആയിരിക്കാം ചില ഡാറ്റ, അതായത് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഡോക്യുമെൻറ്റിനകത്ത് ബയാസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം ChatGPT ഇത് പല വട്ടം റിവ്യൂ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം റിപ്പോർട്ട് നമുക്ക് തരുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഈ റിപ്പോർട്ടിനകത്ത് തെറ്റുകൾ കടന്നു കയറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, ഓക്കെ, ക്യാൻ യു പ്ലീസ് ക്രിയേറ്റ് എ വേർഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, ChatGPT വേർഡ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ കുറേ പേജസ് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലെ റെസ്പോൺസ് വിൻഡോയിൽ നിന്നും മാനുവലി കോപ്പി ചെയ്തിട്ടാണ് നേരത്തെ റിവ്യൂ ചെയ്ത ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത്. ഗൂഗിൾ ജെമിനായി എയും പെർപ്ലെക്സിറ്റിയും കുറച്ച് പ്രാവശ്യം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുവാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, AI റിപ്പോർട്ട് ചെയ്ത് തരുന്ന റിസർച്ച് റിപ്പോർട്ടിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ മാനുവലായി റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെ തന്നെയാണോ ട്രസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.